നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി അപ്രതീക്ഷിതമായിരുന്നു. പലർക്കും അത് വലിയ ഷോക്കായി. ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി ഇപ്പോൾ വ്യാപക വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. വലിയ പ്രതിഷേധമാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. എന്നാൽ ഭാഗ്യലക്ഷ്മിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഈ കേസിനെ ഉയർത്തിയിരിക്കുന്നത്. വിധി പുറത്തു വന്നയുടൻ ഭാഗ്യലക്ഷ്മി അതിശക്തമായി പ്രതികരിച്ചു. പണവും സ്വാധീനവുമാണ് ഈ വിധിയെ നിർണയിച്ചത് എന്ന് ഭാഗ്യലക്ഷ്മി കേരളത്തോട് വെട്ടിത്തുറന്നു പറഞ്ഞു. തനിക്ക് കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ളവ ഭയമില്ലെന്നും ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ. 2022 ഭാഗ്യലക്ഷ്മി അന്ന് കോടതിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് നാടകം മാത്രമെന്നാണ് 2022 ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത്. ഹർജികളുമായി ചെല്ലുമ്പോൾ പ്രോസിക്യൂട്ടർമാർ അനുഭവിക്കുന്നത് കടുത്ത അപമാനം. എന്താണ് പ്രോസിക്യൂട്ടർമാർ മാറാൻ കാരണമെന്ന് കോടതി ചോദിക്കുന്നില്ല. ഉന്നതനോടൊരു നീതി, സാധാരണക്കാരോട് മറ്റൊരു നീതി, ഇതാണ് കോടതിയിൽ നിന്നിപ്പോൾ ലഭിക്കുന്നത് എന്ന് ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നടിച്ചിരുന്നു. കോടതികളിൽ ആദ്യമേ വിധി എഴുതി വച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപിക്കേണ്ട ദിവസം മാത്രമേയുള്ളൂ. ബാക്കിയെല്ലാം അവിടെ കഴിഞ്ഞുവെന്നാണ് അന്ന് ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തിയത്. കോടതി അലക്ഷ്യ നടപടികൾ അന്ന് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തിയെങ്കിലും ഭാഗ്യലക്ഷ്മി പിന്നോട്ട് ഭയന്നോടിയില്ല. അവരുടെ പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് തൊട്ടുപിന്നാലെ അവൾക്കൊപ്പം എന്ന പോരാട്ടം ശക്തമായിരുന്നു. മലയാള സിനിമയിലെ ഒരു കൂട്ടം നടിമാർ ഒരുമിച്ചു. ചില സൗന്ദര്യപ്പിണക്കങ്ങൾ അവർക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടായി എങ്കിലും പോരാട്ടത്തിൻ്റെ തുടക്കം മുതൽ ഭാഗ്യലക്ഷ്മി അതിശക്തമായ നിലപാടെടുത്തു. അവൾക്കൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിയെ നമ്മൾ കണ്ടു. എല്ലാറ്റിനുമൊടുവിൽ വിധി വന്നതിന് തൊട്ടുപിന്നാലെ ദിലീപിനെതിരെ അതിശക്തമായി പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി കളത്തിലിറങ്ങിയപ്പോൾ ഇപ്പോഴിതാ പഴയ അവൾക്കൊപ്പം എന്ന ക്യാമ്പയിനിൽ പങ്കെടുത്തിരുന്ന മലയാള സിനിമയിലെ ഒട്ടനവധി നടിമാർ ഒരുമിച്ചു. ഈ പോരാട്ടം നമുക്ക് വിജയിപ്പിക്കണം എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ഇവർ. മുഖ്യമന്ത്രി പിണറായി വിജയനും അതിജീവിതയ്ക്കൊപ്പം എന്ന പ്രഖ്യാപനം നടത്തി. UDF കൺവീനർ അടൂർ പ്രകാശ് ദിലീപിനെ പിന്തുണച്ച് ഇന്നലെ രാവിലെ കളത്തിലിറങ്ങി. എങ്കിലും മണിക്കൂറുകൾക്കകം അടൂർ പ്രകാശിനെ പുകച്ച് തൻ്റെ നിലപാട് തിരുത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതിലപ്പുറം സാംസ്കാരിക നായകരും മറ്റ് നിരവധി ആളുകളും അതിശക്ത നിലപാടെടുത്തു കഴിഞ്ഞു. ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വലിയ ഷോക്കാണ് തനിക്ക് ഏൽപ്പിച്ചത്. ഈ വിധി കേൾക്കാൻ അതിജീവിതയ്ക്കൊപ്പം താൻ ഇരുന്നുവെന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. 6 പ്രതികളെ ശിക്ഷിച്ച് 7ാമത്തെ പ്രതിയെ വെറുതെ വിടുന്നു എന്ന വാർത്ത കേട്ടയുടൻ TV ഞങ്ങൾ ഓഫ് ചെയ്തു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെനിക്ക് മനസ്സിലായി. തൊട്ടുപിന്നാലെ താൻ അതിജീവിതയ്ക്ക് അരികിലെത്തി. ഇനി എന്ത് ചെയ്യുമെന്ന് അവൾ നിസ്സംഗതയോടെ ചോദിക്കുന്നു. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നടി ആദ്യമായി തന്നോട് ചോദിച്ചത്. ഞങ്ങൾ ആരും ഒന്നും സംസാരിച്ചില്ല, ഒരു ഭക്ഷണവും കഴിച്ചില്ല. അവളെ ആ സമയത്ത് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. കോടതി വിധിക്ക് പിന്നാലെ ഫെബ്കയിൽ നിന്നും ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. ഫെബ്കയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭാഗ്യലക്ഷ്മിയുടെ രാജി. തുടർന്ന് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഭാഗ്യലക്ഷ്മി ചിലതൊക്കെ തുറന്നു പറഞ്ഞു. ഇനി സൂക്ഷിക്കേണ്ടത് മഞ്ജു വാര്യരാണ്. അവരെ അപായപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് താനിത് മഞ്ജു വാര്യരോട് പറഞ്ഞതാണ്. വലിയ അപകടത്തിന് മുന്നിലാണ് മഞ്ജു വാര്യർ എന്ന് ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു. ചുരുക്കത്തിൽ മഞ്ജു വാര്യർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകളിൽ. ഭാഗ്യലക്ഷ്മി പോരാട്ടത്തിനിറങ്ങിയതോടെ ഇപ്പോൾ അതിശക്തമായൊരു മൂവ്മെൻറ്റ് കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. സെഷൻസ് കോടതി വിധിയെ അന്തിമവിധി എന്ന നിലയിൽ സംഘടനകൾ കാണുന്നില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും സംഘടനകൾ കാണുന്നുവെങ്കിൽ അവർക്കൊപ്പം താൻ പ്രവർത്തിക്കില്ല. സുപ്രീം കോടതി പറയുന്നതുവരെ ദിലീപിനെ ഒരു കുറ്റക്കാരനായി മാത്രമേ താൻ കാണൂ എന്ന് ഭാഗ്യലക്ഷ്മി പച്ചയ്ക്ക് പ്രഖ്യാപിച്ചു. അതിലപ്പുറം മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്കൊപ്പം നിരവധി പേർ യുദ്ധത്തിനിറങ്ങി. മറുവശത്ത് ദിലീപ് അതിശക്തമായ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനു പിന്നാലെയാണ് ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിൽ മറുവിഭാഗം സംഘടിച്ചത്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ മഞ്ജുവിനെതിരെ ആദ്യ പ്രതികരണം നടത്തിയ ദിലീപ് തൊട്ടുപിന്നാലെ IG B സന്ധ്യയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സന്ധ്യയ്ക്കെതിരെ മാത്രമല്ല, കേസന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് അടക്കമുള്ളവരെ ലക്ഷ്യമിടുകയാണ് ഇപ്പോൾ ദിലീപ് ക്യാമ്പ്.
ചില മാധ്യമങ്ങൾ ഇതിനു പിന്നിൽ കളിച്ചുവെന്നും അവരെ കൂടി ഗൂഢാലോചന കേസിൽപ്പെടുത്തുമെന്നും ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ള പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം ഭയപ്പെടുത്തലുകളും വെല്ലുവിളികളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒട്ടനവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഭാഗ്യലക്ഷ്മിയിലൂടെ ഈ പ്രതിരോധം സൃഷ്ടിക്കുന്ന വാർത്ത കേൾക്കുന്നത്. താനും കൂടിയുള്ളപ്പോൾ രൂപീകരിച്ച സംഘടന സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു. ഇനി ഈ ഫെബ്കയിൽ നിൽക്കില്ല എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രഖ്യാപനം. എന്തു വേഗത്തിലാണ് ഈ സംഘടനകൾ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് നോക്കൂ. ഒരു കത്ത് തരാൻ കാത്തു നിൽക്കുകയാണ്. ഈ പറയുന്നവർ അവളോടൊന്നും സംസാരിച്ചില്ല, ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചില്ല. ഇരയോടൊപ്പം എന്ന് പറഞ്ഞ് അവർ വേട്ടക്കാർക്കൊപ്പം നിന്നു. താനും കൂടി ചേർന്ന് രൂപീകരിച്ചതാണ് ഫെബ്ക. 7000-ഓളം അംഗങ്ങളുള്ള ഫെബ്ക അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നത് ആശ്വാസമായിരുന്നു. വിധി വന്നതോടെ ദിലീപിലേക്ക് അവർ ശ്രദ്ധ തിരിക്കുന്നു. ദിലീപിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. പൂർണ്ണമായും നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി ഭാഗ്യലക്ഷ്മി ബി ഉണ്ണികൃഷ്ണന് നേരെയാണ് ഇപ്പോൾ ആരോപണ ശരങ്ങൾ തൊടുക്കുന്നത്. അയാൾക്ക് വേണ്ടി ഒരുക്കിയ സ്വീകരണങ്ങളും വാക്കുകളുമൊക്കെ വേദനിപ്പിച്ചു. അവളോടൊപ്പം എന്ന് പറയുമ്പോഴും അയാൾക്കൊപ്പം സഞ്ചരിക്കുന്നു. എതിരാളി ശക്തനും സമ്പന്നനും സ്വാധീനമുള്ളവനുമാണ്. സാധാരണഗതിയിൽ എല്ലാ നിയമവും നോക്കി പ്രതികരിക്കുന്നയാളാണ് ബി ഉണ്ണികൃഷ്ണൻ. എന്നാൽ ഇന്നലെ വേഗം പ്രതികരിക്കാനുള്ള ഒരു ആവേശം കണ്ടു. അവളോടൊപ്പം നിന്നത് സമൂഹം മാത്രമാണ്. അയാൾക്കൊപ്പം വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ നിന്നുള്ളൂ. പ്രതീക്ഷയുണ്ടായിരുന്നു അവൾക്ക്. തകർന്നു പോകരുത് എന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് പോയത്. വളരെ വിഷമത്തിലാണ് അവൾ. ഇപ്പോഴും ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് നീതി കിട്ടിയില്ല എന്നവൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 2 മണിക്കൂർ ആ തെരുവിൽ സംഭവിച്ചതിൽ കൂടുതൽ കോടതിയിൽ അനുഭവിച്ചു അവൾ. എന്നാൽ ഓരോ നിമിഷവും അവളുടെ ഭർത്താവ് വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ നിനക്കൊപ്പമില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുമാത്രമായിരുന്നു അവൾക്ക് ആശ്വാസം. എങ്കിലും ആ തെരുവിൽ അവൾ വലിച്ചു കീറപ്പെട്ട 2 മണിക്കൂറുകൾ. അതിന് ആര് അവൾക്കൊപ്പം നിൽക്കുമെന്ന ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം കേരളത്തിൻ്റെ നെഞ്ചിൽ വന്നു തറയ്ക്കുന്നു. താരസംഘടനയായ അമ്മയ്ക്കെതിരെയും ഭാഗ്യലക്ഷ്മി ആഞ്ഞടിക്കുന്നു. ഇത് സംഭവിച്ചപ്പോൾ അവൾക്ക് വേണ്ടി നിങ്ങൾ യോഗം ചേർന്നില്ല. ഇന്നലെ അടിയന്തര യോഗം ചേർന്നു. ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും എങ്ങനെ ഒരുമിച്ച് നിൽക്കാനാവുമെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം. ഇതോടെ മലയാള സിനിമാ ലോകം നെടുക പിളരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അവൾക്കൊപ്പം നിന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾ അയാൾക്കൊപ്പം നിൽക്കും എന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ അതിലപ്പുറം എന്ത് ശരികേടാണ് ഈ സംഘടനയ്ക്ക് ഇനി ബാക്കിയുള്ളത്? പണമാണ് ദിലീപിന് ലഭിക്കുന്ന പ്രിവിലേജുകളുടെ മുഖ്യ കാരണമെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു. എല്ലാ സംഘടനകളിലും ദിലീപ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ദിലീപിനെ അവർക്ക് ആവശ്യമുണ്ട്. കാരണം അയാളുടെ പക്കൽ പണമുണ്ട്. ഭാഗ്യലക്ഷ്മി ഇപ്പോൾ നടത്തുന്നത് ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. മലയാള സിനിമാ ലോകത്തിൻ്റെ തനിനിറം അവർ കേരളത്തിന് മുന്നിൽ വലിച്ചു കീറിയിടുന്നു. അതിലപ്പുറം അവൾക്കൊപ്പം നിന്ന് പോരാട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന പ്രഖ്യാപനം. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവൾക്കൊപ്പം എന്ന പ്രഖ്യാപനം ആവർത്തിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷാവിധി പുറത്തു വന്ന ശേഷം അപ്പീലിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജി പറയുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളാണ് പ്രോസിക്യൂഷൻ തിരയുന്നത്. തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ദിലീപും പറയുന്നു. ചിലരെ വെറുതെ വിട്ടത് ശരിയല്ല എന്ന് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് പറയുന്നു. കേസിൽ കുറ്റം തെളിയുകയും 6 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. 12-ന് വിധിന്യായം പുറത്തുവരും. അതിനുശേഷം മറ്റ് സാധ്യതകൾ പരിശോധിക്കും. ഈ കേസിൽ വിചാരണ കോടതിയുടെ ഇടക്കാല വിധികൾക്കെതിരെ പ്രോസിക്യൂഷൻ മുമ്പും ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവുകൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ടി.എ. ഷാജി ഓർമ്മപ്പെടുത്തുന്നു. മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നതായിരുന്നു അതിലൊന്ന്. അതൊരു നിർണായക കാര്യമായിരുന്നു. അനുകൂല ഉത്തരവ് നേടി. അവൾക്കൊപ്പം എന്ന് മാത്രമല്ല, അവൾ പോരാടാൻ ഉറപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. സുപ്രീം കോടതി വരെ ഞങ്ങൾ പൊരുതും. സുപ്രീം കോടതി വിധി പുറത്തു വരുന്നതുവരെ ദിലീപ് പ്രതി തന്നെയാണ് എന്ന് താൻ കരുതുന്നുവെന്നാണ് ഭാഗ്യലക്ഷ്മി തുറന്നടിക്കുന്നത്. 1-ാം പ്രതി പൾസർ സുനി ദിലീപിന് നേർക്കാണ് വിരൽ ചൂണ്ടിയത്. അതാണ് ഞങ്ങൾ എല്ലാവരും മുഖവിലക്കെടുത്തത്. കേസിൽ ദിലീപിന് വ്യക്തമായ പങ്കുണ്ടെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നടിക്കുന്നു. വിധി വരുന്നതിന് മുൻപ് തന്നെ അവർ പത്രസമ്മേളനം പ്ലാൻ ചെയ്തു. ലഡു അടക്കമുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു.
വിധി ഇന്നതായിരിക്കുമെന്ന് അവർക്ക് നേരത്തെ നിശ്ചയമുണ്ടായിരുന്നു. ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന് അയാൾ കരുതുന്നുവെങ്കിൽ നേരത്തെ തന്നെ അയാൾക്ക് പരാതി കൊടുക്കാമായിരുന്നു. പോട്ടെ, ഒരു കേസോ ഒരു പരാതിയെങ്കിലും നൽകാമായിരുന്നു. എല്ലാം താങ്ങാൻ ആ ചെറിയ പെൺകുട്ടിക്ക് കഴിയുന്നില്ല എന്ന് ഭാഗ്യലക്ഷ്മി വിതുമ്പിക്കൊണ്ട് പറയുന്നു. ഭാഗ്യലക്ഷ്മി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. നിസ്സഹായായ ഇരയുടെ മുഖമാണ് കേരളത്തിനപ്പോൾ തെളിഞ്ഞു വന്നത്. ഏറെ ആകാംക്ഷയോടെയാണ് കേരളം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിക്കായി കാത്തിരുന്നത്. എന്നാൽ വിധി പലരെയും നിരാശപ്പെടുത്തി കളഞ്ഞു. ഈ കേസിന്റെ വിധി എന്താകും എന്ന ചോദ്യത്തിനിടയിലാണ് അതിശക്ത പോരാട്ടവുമായി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്നും പ്രതി സമൂഹത്തിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി 8ാം പ്രതിയായ ദിലീപിന് മുൻപ് ജാമ്യം നിഷേധിച്ചത്. അന്ന് തെളിവുകൾ ശക്തമാണെന്ന കോടതി നിരീക്ഷണവും നമ്മൾ കേട്ടു. ഇതുതന്നെയാണ് ഭാഗ്യലക്ഷ്മിയും ഇപ്പോൾ ആവർത്തിക്കുന്നത്. ഇപ്പോഴിതാ പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. 12-ാം തീയതി പുറത്തുവരുന്ന കോടതി വിധിയെ തുടർന്ന് വലിയ വാഗ്വാദങ്ങൾ കേരളത്തിലുണ്ടാകും എന്നുറപ്പിക്കാം. മറുവശത്ത് അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കുമ്പോൾ ദിലീപും സംഘവും ആഞ്ഞടിക്കാനുള്ള മാർഗങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഈ വിവാദം കത്തിയാളുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. മനഃപൂർവ്വം അതിനെ എന്തോ വർഷങ്ങളായിട്ട് 8 വർഷമായിട്ട് അയാളെ ആർക്കൊക്കെയോ വേണ്ടി 8 വർഷം മുമ്പ് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി അയാളെ പുറത്താക്കുന്നത് പോലെ പുറത്താക്കുകയും 8 വർഷങ്ങൾക്ക് ശേഷം ആ നിമിഷം തന്നെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്യാൻ കാണിച്ച ഒരു ആവേശം നമ്മളെല്ലാവരും കണ്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനൊരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അപമാനമാണ് തോന്നിയത്. കാരണം ഇത് വെറും കീഴ്ക്കോടതി വിധി മാത്രമാണ്. ഇതിന് മുകളിൽ ഇനിയും കോടതിയുണ്ട്. ഇനിയും ഇവിടെ പലതും പറയാനുണ്ട്, തെളിയിക്കാനുണ്ട്. ഈ കോടതി മുഴുവനും കേട്ടില്ല, അവളെ കേട്ടില്ല, അവൾക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, പലരുടെയും ഇടപെടലുകൾ, പല രീതിയിലുള്ള സ്വാധീനങ്ങൾ എല്ലാം ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ചോറുണ്ടെന്ന് എല്ലാവർക്കും അത് വ്യക്തമാണ്. എത്രയോ ന്യായാധിപന്മാർ, എത്രയോ അഡ്വക്കേറ്റ്സ്, എത്രയോ പോലീസ് ഓഫീസേഴ്സ്, നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പൊതുജനം എല്ലാവരും പറയുന്നു അയാളുടെ പണമാണ് അയാളെ സംരക്ഷിച്ചത്, അയാളുടെ പണവും സ്വാധീനവുമാണ് എന്ന് പറയുമ്പോൾ സിനിമാ ലോകം അയാളെ 4 കൈയും നീട്ടി സ്വീകരിക്കുന്നു.